യുഎഇയിൽ വീണ്ടും ഇറാന്റെ ആക്രമണ ശ്രമം. ദുബായ് ക്രീക്ക് ഹാർബർ പരിസരത്ത് കെട്ടിടത്തിൽ ഡ്രോൺ വീണു. ആളുകളെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചു. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേർന്നുണ്ട്. സുരേഷ്, ഇറാന്റെ ആക്രമണം ഗൾഫ് മേഖലയിൽ തുടരുന്നു എന്നത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഉണ്ടായ ഈ ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സന്ധ്യ യുഎഇ സമയം ഏതാണ്ട് 2:45 കേരളത്തിലെ സമയം നമ്മൾ നോക്കുമ്പോൾ പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഇത്തരമൊരു ആക്രമണം ദുബായ് മീഡിയ ഓഫീസ് സ്ഥിരീകരിക്കുന്നത്. ക്രീക്കിലാണ് ആക്രമണം ഉണ്ടാകുന്നത്. ദുബായ് ക്രീക്കിലെ ഒരു വലിയ ഹോട്ടലാണ്, പഞ്ചനക്ഷത്ര ഹോട്ടലാണ്. ആ ഹോട്ടലിന് നേരെയാണ് ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടാകുന്നത്. ആ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ കെട്ടിടത്തിൽ വീണു. കെട്ടിടത്തിന്റെ ചില ഭാഗത്തിന് തീപിടിച്ച് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള തീ അവിടെ കാണുകയും അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ചുറ്റിനുമുള്ള ആളുകൾ അല്പം പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും പുലർച്ചെ ഇപ്പോഴും ഒരുപക്ഷെ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട്. വലിയ സ്ഫോടനം കേട്ടതായിട്ട് ആളുകൾ പറയുന്നുണ്ട്. വേറെ മറ്റു സ്ഥലങ്ങളിലും സ്ഫോടനം കേട്ടു. രാത്രി ആക്രമണ ശ്രമം ഉണ്ടായതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ദുബായ് നഗരത്തിലേക്കും നിരവധി ആക്രമണ ശ്രമങ്ങൾ ഈ രാത്രിയിലുണ്ടായി. ആളുകൾ അല്പം പരിഭ്രാന്തരാകുകയൊക്കെ ചെയ്തു. ഹോട്ടലിലുണ്ടായിരുന്ന ദുബായ് ക്രീക്ക് ഹാർബർ ഹോട്ടലിലുണ്ടായിരുന്ന ആളുകളെ ഒഴിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ദുബായിൽ ഇപ്പോൾ നമുക്ക് സ്ഫോടന ശബ്ദങ്ങളൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. ഒമാനിലും ഇന്നലെ രാത്രി വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന വിധത്തിലാണ് എണ്ണ ടാങ്കുകൾക്ക് നേരെയൊക്കെ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായത്. നിരവധി ടാങ്കുകൾക്ക് തീപിടിക്കുകയും അതോടൊപ്പം തന്നെ നിരവധി ഡ്രോണുകൾ വെടിവെച്ചിടുകയും ഒക്കെ ചെയ്തിരുന്നു. ഖത്തറിലും ഇന്നലെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഇന്നലെയും ഇപ്പോ ഈ ഉള്ള രാത്രിയിലും ഇങ്ങനെ 2 സമയത്ത്, ഇന്നലെ പകലും ഇന്നലെ രാത്രിയിലുമായിട്ട് ശക്തമായിട്ടുള്ള ആക്രമണ ശ്രമങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാനിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അല്പം ഒരു ആശങ്കയിലാണ് സാഹചര്യം.